അമേരിക്കയിൽ ട്രംപ് പണി തുടങ്ങിക്കഴിഞ്ഞു. പണി തുടങ്ങിയത് ആദ്യമേ അമേരിക്കയിലെത്തിയിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ അടുത്താണ്. അതായത് അമേരിക്കയിലെ അനധികൃതമായി എത്തിയിട്ടുള്ള കുടിയേറ്റക്കാരെ, അവരെ പലരെയും വിമാനമാർഗം അവരുടെ രാജ്യത്തേക്കും എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അനധികൃതമായി എത്തിയിട്ടുള്ള കുടിയേറ്റക്കാരിൽ പലരും കൊലയാളികളാണെന്നാണ് ട്രംപ് ആരോപിച്ചിട്ടുള്ളത്. ഇവരിൽ പലരെയും സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പിടിച്ചിട്ടുള്ളത്. ഇപ്രകാരം പിടിച്ച അഭയാർത്ഥികളിൽ ഗോഠിമാലയിൽ നിന്നുള്ളവരെയാണ് ആദ്യമേ തന്നെ ട്രംപ് വിമാനമാർഗം അവരുടെ നാട്ടിലേക്ക് അയച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലുണ്ട്. അമേരിക്കയിലെത്തിയിട്ടുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും പുറത്താക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കയിൽ ഏകദേശം 12,000-ഓളം ഇന്ത്യക്കാരുമുണ്ട് ഈ ലിസ്റ്റിൽ. അതായത് 12,000-ഓളം പേർ അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് അഭയാർത്ഥികളായിട്ടുണ്ട്. ഇവരിൽ കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ളവരാണ്. ഇവരെ എല്ലാവരെയും തന്നെ ഇന്ത്യ മുൻകൈയെടുത്ത് തിരിച്ച് നാട്ടിലെത്തിക്കുമെന്നാണ് മോഡി ട്രംപിന് നൽകിയിരിക്കുന്ന വാക്ക്. അതായത് മറ്റുള്ള രാജ്യത്തെ അഭയാർത്ഥികളെ പോലെയല്ല ഇന്ത്യക്കാർ, അവരെ ഇന്ത്യ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നാട്ടിൽ തിരിച്ചെത്തിക്കുമെന്നാണ് മോദി ട്രംപിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ആ ഉറപ്പ് മോദി പാലിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയെ പിണക്കാൻ, ട്രംപിനെ പിണക്കാൻ മോദി ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെ. പ്രത്യേകിച്ച് അതിർത്തിയിൽ ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടത് അമേരിക്കൻ ടെക്നോളജിയാണ്. അമേരിക്കയിൽ നിന്നുള്ള F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാമെന്ന് ട്രംപ് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ഉന്നതമായ ടെക്നോളജിയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നോട്ടം. ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, അവരുടെ ടെക്നോളജി ട്രാൻസ്ഫറും ഇന്ത്യയുടെ മുഖ്യ അജണ്ട തന്നെയാണ്. അതിനെല്ലാത്തിനും ഇന്ത്യക്ക് വേണ്ടത് ട്രംപിനെയാണ്, അമേരിക്കൻ കമ്പനികളെയാണ്. അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ കമ്പനികളും തമ്മിൽ ഇപ്പോൾ വിവിധങ്ങളായ ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അതായത് കൂട്ടു സംരംഭങ്ങൾ പലതും അണിയറയിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. ആ സമയത്ത് ട്രംപ് ഒരു ചൈനീസ് വിരുദ്ധനാണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന മോഡി അമേരിക്കയിൽ നിന്നും ഏറ്റവും മുന്തിയ ഇനം ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങിക്കൂട്ടുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ കരുതുന്നത്. എന്തു തന്നെയായാലും മോദി ഒരിക്കലും ട്രംപിന് നോ എന്ന് പറയില്ല എന്ന് സാരം. അത് ചിലപ്പോൾ ഇന്ത്യക്ക് ഗുണമായി തന്നെ വരും എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു. തനിനാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം, താങ്ക് യു.